പാലക്കാട് റിയൽ എസ്റ്റേറ്റ് പ്രവീണാണ്. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന 4 ഏക്കർ റബ്ബർ തോട്ടമാണ്. 2ാം വർഷം തെയ്യാണ്. ചുറ്റും തേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. 250-300 കൂറ്റി തേക്കുണ്ട്. ഫുള്ള് റബ്ബർ, സ്പ്രിങ്കിള്, തെങ്ങ്, തെങ്ങുകൾ, കായ്ക്കുന്ന തെങ്ങുകൾ എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി കിഴക്കഞ്ചേരിയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് മരം നമുക്ക് വെട്ടാനുണ്ട് കേട്ടതിൽ. ബാക്കി സ്ഥലത്താണ് ഈ 4 ഏക്കറിൽ കുറച്ച് ഒരു 10-100 റബ്ബർ ഇപ്പോൾ ഓൾറെഡി നമുക്ക് വെട്ടാൻ പാകത്തിന് കിടക്കുന്നുണ്ട്. ബാക്കി ഇതിൽ തെയ്യെന്ന് പറഞ്ഞത് നമുക്ക് 4 ഏക്കറിലും കൂടി ഒരു 750-800 റബ്ബർ വരുന്നുണ്ട്, തെയ്ത്തോട്ടം വരുന്നുണ്ട്. അതേപോലെ 10-250 കൂറ്റി തേക്കുണ്ട്, 10-20 തെങ്ങുണ്ട്, തെങ്ങുണ്ട്, സ്പ്രിങ്കിൾ കണക്ഷനുണ്ട്, ബോർവീലുണ്ട്, അതുപോലെ മോട്ടോർ സൗകര്യം, കറണ്ട് സൗകര്യം, ചുറ്റും വീടുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫാം ചെയ്യാൻ പറ്റിയ നല്ലൊരു മേഖലയാണ്. ആട് ഫാം, പശു ഫാം, പന്നി ഫാം ചെയ്യാൻ പറ്റിയ മേഖലയാണ്. അതേപോലെ തന്നെ ഈ സ്ഥലത്തിന് ഒരു ഏക്കറിന് ചോദിക്കുന്നത് 17 ലക്ഷം രൂപയാണ് ഒരു ഏക്കറിന്. അത് നമുക്ക് ഓണറായിട്ട് നേരിട്ട് ഇരിക്കാം. ചെറിയ രീതിയിലൊക്കെ ലൈറ്റായിട്ടൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. നിരന്ന ഫ്ലോട്ടാണ്, മനോഹരമായി നിരന്ന ഫ്ലോട്ടാണ്. അതുപോലെ തന്നെ എല്ലാ വണ്ടികളും, ഏകദേശം എല്ലാ വണ്ടികളും ഇതിലേക്ക് കയറി വരും. ഒരു 3 യൂണിറ്റ് 4 യൂണിറ്റ് എയ്സർ തൊട്ട് അതുപോലെ നാഷണൽ പെർമിറ്റ് വണ്ടി അടക്കം കയറി വരുന്ന നല്ലൊരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകം പറയാം, ഇതിൽ ഫാം ചെയ്യാൻ പറ്റും. പശു ഫാം, ആട് ഫാം, കോഴി ഫാം, പന്നി ഫാം ചെയ്യുക. അടുത്ത് വീടുകളോ ശല്യങ്ങളില്ല. നിങ്ങൾക്ക് കറണ്ട് സൗകര്യമുണ്ട്, വെള്ള സൗകര്യമുണ്ട്. എല്ലാ വണ്ടികളും തോട്ടത്തിലേക്ക് കയറി വരും. അതേപോലെ തന്നെ ബസ് റൂട്ടിൽ നിന്നിട്ട് ഒരു 1.5-2 കിലോമീറ്റർ ഉള്ളൂ ഈ സ്ഥലത്തേക്ക്. പഞ്ചായത്ത് റോഡ് ഫ്രണ്ട് വശം വരെ വരാനുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് റോഡ് ഫ്രണ്ട് വശത്ത് നിന്ന് കുറച്ച് കയറിയിട്ട് ഒരു 200 മീറ്റർ മൺവഴിയാണ്. അത് എല്ലാ വണ്ടികളും വരുന്ന മൺവഴിയാണ്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയാം, ഒരു ഏക്കറിനെ ചോദിക്കുന്നത് 17 ലക്ഷം രൂപയാണ്. ഞാൻ എന്താണ് ഈ സ്ഥലത്തിൻ്റെ വഴി ഇടുന്നില്ല. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ യൂട്യൂബ് ചെയ്യുമ്പോൾ, നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ, ബ്രോക്കർമാർ, കുറച്ച് സുഹൃത്തുക്കൾ നമ്മളെ ചീറ്റ് ചെയ്യുക. നമ്മളിതിൽ വഴിയും കാര്യങ്ങളും എല്ലാം കറക്റ്റായി ഡീറ്റെയിൽ ഇട്ട് കൊടുക്കുമ്പോൾ അവർ വന്ന് കണ്ട് കയറി ഈ സ്ഥലം കണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഈ വെയിൽ കൊണ്ട് വീഡിയോ എടുത്തതിനൊന്നും ഒരു കഷ്ടപ്പാടും വിലയുമില്ല. അപ്പോൾ അവർ കയറി ഇത് കണ്ട് വേറെ പാർട്ടിയെ കൊണ്ടുവന്ന് കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ നമുക്കൊരു 10 രൂപ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അത് നമ്മുടെ തലയ്ക്ക് അടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ, നമ്മുടെ വയറ്റത്ത് അടിക്കാൻ വേണ്ടി കുറേ ആൾക്കാരുണ്ട് ഇവിടെ, ചെറിയ ബ്രോക്കർമാർ. അവർ നമുക്ക് പണി വെച്ച് തരികയാണ്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്നത് എല്ലാവരും എൻ്റെ നമ്പറിൽ വിളിക്കുക. ഞാൻ അതിൻ്റെ പക്ക ഡീറ്റെയിൽ പറഞ്ഞ് തരുന്നതായിരിക്കും. ഓണറായിട്ട് നമ്മൾ നേരിട്ട് ഇരുത്തി തരും. നമ്മളിൽ കളവോ ചതിയോ വഞ്ചനയില്ല. നമ്മൾ ഒരിക്കലും അത് ചെയ്യില്ല. നമ്മൾ ഒരു കച്ചവടം നിന്ന് കോടീശ്വരാകാൻ വേണ്ടി നമ്മൾ അന്നത്തിന് വേണ്ടി ഓടുന്ന ഒരാൾക്കാരാണ്. ഒരു ചാൺ വയറിന് വേണ്ടി ഓടുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ മായിട്ടുള്ള കാര്യം ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നിൽക്കില്ല. നമ്മൾ വിശ്വസിച്ച് വരുന്ന ഏതൊരു പാർട്ടിയും ധൈര്യമായിട്ട് വരാം, സ്ഥലം കാണിച്ചു തരും, പറഞ്ഞ പരിപാടിയില്ല. ഓണർമാരെ നമ്മൾ നേരിട്ട് ഇരുത്തി തരും. നമ്മുടെ കച്ചവടം അതാണ്. അല്ലാണ്ട് ഈ നമ്മൾ കയറ്റി വയ്ക്കുക, ഇറക്കി വയ്ക്കുക, നമ്മളെ വിശ്വസിച്ച് വരുന്ന നമ്മൾ വഞ്ചിക്കാൻ തയ്യാറല്ല. കച്ചവടം ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ളൂ. നമ്മൾ ഒരാളെയും നമ്മൾ വഞ്ചിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടേത്. നമ്മൾ സ്ഥലം വഴി നല്ല സൂപ്പർ വഴിയാണ്, മൺവഴിയാണ്, സൂപ്പർ. എല്ലാ വണ്ടിയും കയറി വരും. അപ്പോൾ ഞാൻ അത് പ്രത്യേകിച്ച് പറയുകയാണ്, ഞാനതിൻ്റെ ഫുള്ള് വണ്ടിയുടെ റൂട്ട് മാപ്പ് ഇടില്ല കേട്ടോ. എന്താ കാരണം പറഞ്ഞാൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ വന്നിരിക്കുകയാണ്. നമ്മൾ പണിയെടുത്തിട്ട് നമുക്ക് ഉപകാരമില്ലാത്ത ഒരവസ്ഥ ആയിപ്പോയിട്ട്. അതുകൊണ്ടാണ് ആരും തെറ്റിദ്ധരിക്കരുത്. വഴി എവിടെ എന്താണെന്ന് ചോദിക്കരുത്. വഴി നിങ്ങളുടെ കാർ സൈറ്റ് എല്ലാ വണ്ടിയും നിങ്ങൾ വിളിച്ചു തോട്ടത്തിന് നിർത്തി തരാം. എൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരുപാട് ചൂഷണുണ്ട്. നമ്മൾ വീഡിയോ കാണുക, വന്ന് നോക്കുക, നമ്മളറിയേണ്ട കച്ചവടം ചെയ്തു പോവുക. അപ്പോൾ നമ്മൾ എടുക്കണമെങ്കിൽ നമുക്കൊരു കൂലി. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ 2 ഏക്കറിൽ ഒരു 800 റബ്ബറുണ്ട്, 250-300 കൂറ്റി തേക്കുണ്ട്, ഉണ്ട്. കൃഷിയായിട്ട് പൈനാപ്പിളുണ്ട്, ഒരു 20ഓളം തെങ്ങുണ്ട്, ചെറിയ തെങ്ങുകളുണ്ട്. സൗകര്യമുണ്ട് കേട്ടോ. നല്ല മനോഹരമായ ഫ്ലോട്ടാണ്. ഏക്കർ ചോദിക്കുന്നത് 17 ലക്ഷം രൂപയാണ് പാർട്ടി ചോദിക്കുന്നത്. നമുക്ക് ഓണറായിട്ട് നേരിടാം, കാര്യങ്ങൾ സംസാരിക്കാം. അതേപോലെ ആധാര ഭൂമിയാണ്, പക്കമാണ്. ഓക്കെ, താങ്ക് യു.